കൈത്താക്കാലം 4-ാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നികുതിയെക്കുറിച്ച്. കഫർനാമിൽ അവൻ വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, പത്രോസേ, ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? പുത്രൻ നികുതി ചുങ്കത്തിന് അതീതനാണ്. പത്രോസിന്റെ വീട്ടിൽ വച്ചാണ് സംഭവം നടക്കുന്നത് എന്നതാണ് ആദ്യം പരിചിന്തനം ചെയ്യപ്പെടേണ്ട വാക്ക്. ചുങ്കം എന്നാൽ റോമാക്കാർക്കും നികുതി എന്നാൽ യഹൂദ ദേവാലയത്തിലേക്കുമുള്ള പിരിവാണ്. യൂദയ നാട്ടിൽ നിലകൊള്ളുന്ന ജെറുസലേം ദേവാലയത്തിന് യൂദയ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ഒഴികെ അകലെയുള്ള മറ്റു ഗോത്രങ്ങൾ നികുതി കൊടുക്കാൻ വിസമ്മതിച്ചതാണല്ലോ യഹൂദരാജ്യം രണ്ടായി വിഭജിക്കപ്പെടാനിടയായത്. പുത്രന്മാർ നികുതിക്ക് അതീതരാണെങ്കിൽ ദേവാലയത്തിന്റെ അതിനാഥനായ ദൈവത്തിന്റെ സ്വന്തം പുത്രനായ താനും നികുതിയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ അർഹനാണെന്നാണ് യേശു സമർത്ഥിക്കുന്നത്. മനുഷ്യനായി പിറന്ന ദൈവമാണ് താനെങ്കിലും എല്ലാ മാനുഷിക നിയമങ്ങൾക്കും താനും വിധേയപ്പെടണമെന്ന് കാണിക്കാൻ പരമദരിദ്രനായതുകൊണ്ട് യേശു ഒരു മീനിന്റെ വായിലുണ്ടെന്ന് കണ്ട ചെമ്പുനാണയമെടുത്ത് ദേവാലയ നികുതി കൊടുക്കാൻ പത്രോസിന് നിർദ്ദേശം കൊടുക്കുന്നു. ആകാശവും ഭൂമിയും മാറിമറിഞ്ഞാലും നിയമത്തിലെ വള്ളിപുള്ളി മാറുകയില്ല എന്ന വചനം ഇവിടെ സ്വാർത്ഥകമാവുകയാണ്. വിധി വൈപരീതമെന്ന് പറയട്ടെ, നിയമലംഘകൻ എന്ന കാരണത്താലാണ് പ്രധാനമായും അവൻ കഴുമരത്തിലേറാൻ ഇടയായത്. നിയമത്തിന്റെ യഥാർത്ഥ ചൈതന്യം വീണ്ടെടുക്കാനാണ് യേശു വന്നത്. അതിനായിട്ടാണ് അവൻ ജീവൻ വെടിഞ്ഞതും.